അപ്പൊ ഈ മൂന്ന് മൂലകങ്ങളും ചെടികൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പൊ അതിന്റെ ദോഷം ചെടികളിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണിക്കുകയും ചെയ്യും. പക്ഷേ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള രാസവളങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അതൊരു അളവ് ലേശം കൂടിപ്പോയി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ചെടിക്ക് ആ സമയത്ത് നൈട്രജൻ കണ്ടന്റ് വേണ്ടാത്ത സമയമാണെന്നുണ്ടെങ്കിലോ നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അതിന്റെ ദോഷം നമ്മളെ ചെടികളിലും കൃഷിയിലും ഒക്കെ നമുക്ക് വരുന്നതാണ് കേട്ടോ. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്, നമ്മളെ വീട്ടിൽ കൃഷി ചെയ്യുന്ന ടൈമിൽ നമ്മൾ വളങ്ങൾ കൊടുക്കുന്നതിൽ കുറവ് വന്നു കഴിഞ്ഞാൽ നമ്മളെ കൃഷിയിൽ നല്ല രീതിയിൽ ദോഷങ്ങളൊക്കെ വരും. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ അടക്കമുള്ള യൂട്യൂബേഴ്സും പല കൃഷിക്കാരും പല രീതിയിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളങ്ങൾ കുറഞ്ഞാൽ എന്തൊക്കെ ഡെഫിഷ്യൻസിയാണ് കാണിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ. അപ്പൊ നമ്മൾ വളങ്ങൾ കൊടുക്കുന്നത് നമ്മൾ നല്ലത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വളങ്ങൾ കൊടുക്കുന്നത് കൂടിപ്പോയാൽ നമ്മളെ കൃഷിയിൽ എന്തൊക്കെ ദോഷങ്ങളാണ് വരിക എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മളെ തുടക്കക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതെച്ചാല് നമ്മളെ കൃഷിയിൽ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടിയിട്ടുള്ള വളങ്ങൾ, പ്രധാന മൂലകം എന്ന് പറഞ്ഞാൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യമാണ്. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് കിട്ടേണ്ട മൂലകങ്ങളാണ് നമ്മളെ കാൽസ്യം, മഗ്നീഷ്യം, അതേപോലെ തന്നെ സൾഫറും. പിന്നീട് നമ്മൾ കൊടുക്കേണ്ടതാണ് മൈക്രോ ന്യൂട്രിയൻസ്, ബോറോൺ, സിങ്ക്, അയൺ ഒക്കെ അടങ്ങിയിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ്. അപ്പൊ ഇതാണ് ചെടികൾക്ക് കിട്ടേണ്ട മൂലകങ്ങൾ. അതിൽ പ്രധാന മൂലകങ്ങൾ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ എപ്പോഴും ചെടികൾക്ക് കൊടുക്കും. അതേപോലെ രണ്ടാമത്തെ മൂലകമായിട്ടുള്ള കാൽസ്യം, സൾഫറും മഗ്നീഷ്യം ഒക്കെ എന്ന് പറഞ്ഞാൽ രണ്ടാം സ്ഥാനം ഒരു കുറച്ചും കൂടി കൂടുതലായിട്ട് നമ്മൾ കൊടുക്കും. മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ ചെറിയ തോതിലാണ് നമ്മൾ കൊടുക്കുക. കാരണം അത് നിർബന്ധമായിട്ട് ചെടിക്ക് കിട്ടും വേണം, പക്ഷെ ചെറിയ തോതിൽ മാത്രം ചെടികൾക്ക് കിട്ടിയാലും മതി ആ വളങ്ങളൊക്കെ കേട്ടോ. അപ്പൊ പ്രധാന മൂലകങ്ങളിൽ ഒന്നാമനായിട്ടുള്ള നൈട്രജന്. അപ്പൊ ഈ നൈട്രജൻ ആണ് നമ്മൾ കൃഷി, ഇപ്പൊ വീട്ടില് ഫുഡ് പ്ലാന്റ് ആണെങ്കിലും ഏത് തരം കൃഷി ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയ വളങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് അധികം ആൾക്കാർ നമ്മൾ കൊടുക്കുക. കാരണം മറ്റു ഫോസ്ഫറസും പൊട്ടാസ്യം കുറഞ്ഞാലും നൈട്രജൻ, ഇപ്പൊ ചാണകമാണെങ്കിലും പച്ചച്ചാണകം കലക്കിയതാണെങ്കിലും പച്ചില വളങ്ങളാണെന്നുണ്ടെങ്കിലും മറ്റ് ജൈവ സ്ലറികളാണെന്നുണ്ടെങ്കിലും അതിലൊക്കെ എന്ന് പറഞ്ഞാലും നമ്മൾ നൈട്രജൻ കണ്ടന്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് നമ്മൾ അധികമായിട്ട് നമ്മൾ ചെടിയിൽ നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പൊ ഈ നൈട്രജൻ കണ്ടന്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമ്മൾ ചെടികളുടെ ചുവട്ടിൽ നമ്മൾ കൂടുതലായിട്ട് കൊടുത്താൽ നമുക്ക് ഗുണമാണോ കിട്ടുക അല്ലെങ്കിൽ ദോഷമാണോ കിട്ടുക? തീർച്ചയായിട്ടും നമുക്ക് ദോഷമാണ് കിട്ടുക. അതെന്താന്ന് വെച്ചാൽ അതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മണ്ണ് അസിഡിക് ആവുക, അമ്ല സ്വഭാവം കാണിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പൊ നമ്മൾ ചെടികൾക്ക് മറ്റു വളങ്ങൾ എന്തിട്ട് കൊടുത്താലും ചെടികൾക്ക് അത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പൊ ചെടികളിൽ അതിന്റെ വളർച്ചന്റെ മുരടിപ്പ് കാണിക്കും. നമ്മളിപ്പോ പലരും പറയല്ലോ, ഞാൻ നല്ല രീതിയിൽ ജൈവ വളങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷെ ഇട്ട് കൊടുത്തിട്ടും ചെടിക്ക് അതിന്റെ കാര്യമായിട്ടുള്ള വളർച്ച കിട്ടുന്നില്ല എന്നൊക്കെ. അത് ഇതാണ് കാരണം നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളം കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ മണ്ണ് അമ്ല സ്വഭാവം കൂടും. അപ്പൊ പുളിരസമായിരിക്കും. പിന്നെ നമ്മൾ മണ്ണ് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടൊക്കെ വളങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ ചെടികൾക്ക് അത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അടുത്ത രണ്ടാമത്തുള്ള ഒരു ദോഷം എന്ന് പറഞ്ഞാൽ ഈ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങളും അധികം പുളിപ്പിച്ച വളങ്ങളായിട്ടാണല്ലോ നമ്മൾ കൊടുക്കുക. ജൈവ സ്ലറികളായിട്ടും അല്ലെങ്കിൽ ഖരാവസ്ഥയിലാണെങ്കിലും നമ്മൾ മണ്ണിൽ ഇട്ട് കൊടുക്കും. അപ്പൊ അങ്ങനെ കൊടുക്കുന്നതിലൂടെ ഇത് വേര് ചെയ്യാൻ നമ്മളെ മണ്ണ് അമ്ല സ്വഭാവത്തിലേക്ക് വരുന്നതിലൂടെ നമ്മൾ വേര് ചീഞ്ഞു പോവാനും ചാൻസ് കൂടുതലാണ്, പ്രത്യേകിച്ച് നമ്മളെ മഴക്കാലത്തൊക്കെ കേട്ടോ. അപ്പൊ വേര് ചീഞ്ഞു പോയാൽ നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. കാരണം നമ്മൾ വിചാരിക്കും നമ്മൾ വളമിട്ട് കൊടുത്തിട്ടും ചെടികൾ അതിന് കാര്യമായിട്ട് വലിച്ചെടുക്കുന്നില്ല, ചെടികൾ വളരുന്നില്ല എന്നൊക്കെ. പിന്നീടാണ് അത് ചീഞ്ഞു പോവുക, തണ്ട് മൂടി ചീഞ്ഞു പോവുക, അതേപോലെ ചെടി ഉണങ്ങി പോവുകയൊക്കെ ചെയ്യട്ടോ. അടുത്തൊരു ദോഷം എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രധാന മൂലകമായിട്ടുള്ള ഫോസ്ഫറസും അതേപോലെ രണ്ടാമതായിട്ടുള്ള നമ്മളെ മൂലകങ്ങൾ കൊടുക്കുന്നതാണ് മഗ്നീഷ്യം, അതേപോലെ കാൽസ്യം. അപ്പൊ ഈ മൂന്ന് മൂലകങ്ങളും നമ്മളെ നൈട്രജൻ കണ്ടന്റ് കൂടുതൽ അടങ്ങിയ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾക്ക് ഈ മൂന്ന് മൂലകങ്ങളും വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂല. അപ്പോ അതിന്റെ കുറവ് മൂലം ചെടികളിൽ ദോഷം വരാം. അതായത് നമ്മളെ ചെടികളുടെ വേര് വളർച്ചക്കും അതേപോലെ പൂക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫോസ്ഫറസ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമ്മളെ ചെടികൾക്ക് എന്തായാലും നമ്മൾ കൊടുക്കുമല്ലോ. അതേപോലെ തന്നെ നമ്മൾ കാൽസ്യം, മഗ്നീഷ്യം കൊടുക്കും. അപ്പൊ മഗ്നീഷ്യത്തിന്റെ കുറവൊക്കെ നല്ല രീതിയിൽ ചെടികളിൽ കാണിച്ചു കഴിഞ്ഞാൽ ആ ചെടികൾ നല്ല രീതിയിൽ വളരില്ല, ചെടികളിലെ ഹരിതകം നിലനിൽക്കൂല, ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടി സാധിക്കൂല. അപ്പൊ ഇങ്ങനെ പല ദോഷങ്ങളുണ്ട്, ചെടികളിൽ കായ്ക്കൂല. അപ്പൊ ഇതെല്ലാത്തിനും ഒരു സപ്പോർട്ട് ജോയിന്റ് ആയിട്ടാണ് ഈ വളങ്ങളൊക്കെ പോകുന്നത്. അപ്പൊ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമ്മൾ അമിതമായിട്ട് കൊടുക്കുന്നതിലൂടെ മണ്ണ് അസിഡിക് ആവും. അപ്പൊ ഈ മൂന്ന് മൂലകങ്ങളും ചെടികൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പൊ അതിന്റെ ദോഷം ചെടിയിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണിക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ നമ്മൾ ഈ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ അധികം നമ്മളിപ്പം എല്ലാവരും ചെയ്യുന്നത് ജൈവ രൂപത്തിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ജൈവ രൂപത്തിൽ അമിതമായിട്ട് കൊടുക്കുമ്പോഴാണ് ഈ ദോഷം വരിക കേട്ടോ.
ഇപ്പൊ അത്യാവശ്യത്തിന് ചെടിക്ക് എന്തായാലും നമ്മൾ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമ്മൾ കൊടുക്കണം. അപ്പൊ ഇതെങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കുക? ഇപ്പൊ ജൈവ സ്ലറികൾ, ഇപ്പൊ നമ്മൾ കടലപ്പിണ്ണാക്ക് ഒളിപ്പിച്ചിട്ടുള്ള സ്ലറികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ നൈട്രജൻ കണ്ടന്റ് കൂടുതലാണ്. അതേപോലെ നമ്മളെ പച്ചച്ചാണകം ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന സ്ലറി, അതിലൊക്കെ നൈട്രജൻ കണ്ടന്റ് കൂടുതലായിരിക്കും. അതേപോലെ പച്ചില വളങ്ങൾ ഇട്ടിട്ട് നമ്മൾ സ്ലറി വെക്കും. അതേപോലെ ചാണകപ്പൊടി നമ്മൾ മണ്ണിലിട്ട് കൊടുക്കും. ഇതൊക്കെ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ. അതേപോലെ നമ്മളെ കമ്പോസ്റ്റ് വളങ്ങളിലൊക്കെ നൈട്രജൻ കണ്ടന്റ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് അധിക കൃഷിക്കാരും പറയുന്നത് നമ്മൾ പുളിപ്പിച്ച വളങ്ങൾ, അയച്ച ജൈവ സ്ലറികൾ കൂടുതലായിട്ട് ഒരു കാരണവശാലും ചെടികളെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കരുത്. നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആഴ്ചയിൽ ഒരു തവണ വെച്ച്, അല്ലെങ്കിൽ ഓവർ പുളിപ്പിക്കാത്ത വളങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2-3 ദിവസം ഗ്യാപ്പിലൊക്കെ ആയിട്ടും നമുക്ക് ജൈവ സ്ലറികൾ നമുക്ക് മണ്ണിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. രണ്ടാമതായിട്ട് നമ്മൾ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കുന്ന ഒരു രീതിയാണ് രീതിയിലുള്ള നമ്മൾ യൂറിയ കേട്ടോ. അപ്പൊ യൂറിയ എന്ന് പറഞ്ഞാൽ കൂടുതൽ അളവിൽ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒരു രാസവളമാണ് യൂറിയ കേട്ടോ. അപ്പൊ ഈ യൂറിയ നമ്മൾ എപ്പോഴും കൊടുക്കും, നമ്മൾ പറയും അമിതമായിട്ട് ഒരു കാരണവശാലും മണ്ണിൽ ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ ജൈവ വളം നമ്മൾ കൂടുതലായിട്ട് നൈട്രജൻ കണ്ടന്റ് അടങ്ങിയ വളങ്ങൾ കൂടുതലായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വലിയ ദോഷങ്ങളില്ല. നല്ല രീതിയിൽ അമിതമാകുമ്പോൾ മാത്രമേ നമുക്കത് ദോഷമായിട്ട് വരുള്ളൂ. പക്ഷേ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള രാസവളങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അതൊരളവ് ലേശം കൂടിപ്പോയി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ചെടിക്ക് ആ സമയത്ത് നൈട്രജൻ കണ്ടന്റ് വേണ്ടാത്ത സമയമാണെന്നുണ്ടെങ്കിലോ നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അതിന്റെ ദോഷം നമ്മളെ ചെടികളിലും കൃഷിയിലൊക്കെ നമുക്ക് വരുന്നതാണ് കേട്ടോ. അപ്പൊ യൂറിയ നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടത്, ഞാൻ എപ്പോഴും എന്റെ വീഡിയോയിലൊക്കെ ഞാൻ പറയാനുണ്ട്. ഇപ്പൊ യൂറിയ എന്ന് പറഞ്ഞാൽ നമ്മളെ നൈട്രജന്റെ ഡെഫിഷ്യൻസി ചെടികളിൽ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ചെടിക്ക് പെട്ടെന്ന് വെച്ചിട്ട് നൈട്രജൻ കിട്ടണം. അത് നമ്മൾ ചെടി ഒന്ന് മാറ്റി നട്ടിട്ട് ചെടിക്ക് വളർച്ച കിട്ടുന്നില്ല, ചെടികൾ ഇലകളിൽ മഞ്ഞളിപ്പ് വരുന്നത്, അയച്ചാൽ നൈട്രജന്റെ കുറവ് നല്ല രീതിയിൽ ചെടികൾ കാണിക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ ആ ഡെഫിഷ്യൻസി പെട്ടെന്ന് പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് രാസവളങ്ങളെ പറ്റുള്ളൂ. കാരണം ജൈവ വളങ്ങൾ നമ്മൾ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ഈ ചെടിക്ക് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റൂല. അപ്പൊ അങ്ങനത്തെ സമയങ്ങളിലൊക്കെ യൂറിയ നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. മണ്ണിലിട്ട് കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നല്ല, മണ്ണിലിട്ട് കൊടുക്കുക. പക്ഷെ മണ്ണിലിട്ട് കൊടുക്കുമ്പോൾ അളവ് പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതലായിട്ട് അമിതമായിട്ട് ഒരു കാരണവശാലും നമ്മൾ ഇട്ട് കൊടുക്കരുത്. കാരണം നമുക്കറിയില്ല ആ മണ്ണിൽ നൈട്രജന്റെ അളവ് ഉണ്ടോ, അയച്ച ചെടിക്ക് വലിച്ചെടുക്കാൻ പാകത്തിലല്ലാതിരിക്കുകയാണോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂല. അപ്പൊ നമ്മൾ യൂറിയ ഒക്കെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ചെറിയ പ്ലാന്റുകൾക്കാട്ടോ ഞാൻ പറഞ്ഞപ്പോ. തെങ്ങിനൊക്കെ ഇട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ അത് കൃഷിക്കാരൊക്കെ തെങ്ങിനൊക്കെ ചുവട്ടിൽ യൂറിയ ഇട്ട് കൊടുക്കുന്നത് അതൊക്കെ മണ്ണിലിട്ട് അവർക്ക് അറിയാം എത്ര അളവിലാണ് വർഷത്തിന് എത്രയാണ് ഇട്ട് കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള കറക്റ്റ് ആയിട്ടുള്ള അളവ് വെച്ചിട്ടാണ് അവർ ഇട്ട് കൊടുക്കുന്നത്. ഇലകൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ 2 ഗ്രാമിൽ കൂടുതൽ ഒരു കാരണവശാലും നമ്മൾ യൂറിയ എടുക്കേണ്ട ആവശ്യമില്ല. 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചെടികളിൽ അങ്ങനെ ഒരു ഡെഫിഷ്യൻസി കാണിക്കാൻ, നൈട്രജന്റെ കുറവ് കാണിക്കുക എന്നുണ്ടെങ്കിൽ ഇലകളിൽ അതിരാവിലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഗുണം നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അടുത്തൊരു ദോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണിൽ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൂടുതലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മണ്ണിൽ അലുമിനിയം അതേപോലെ തന്നെ ഹൈഡ്രജനും ധാരാളമായിട്ട് വർദ്ധിക്കും. അപ്പൊ അത് നമ്മളെ കൃഷിക്ക് നല്ല രീതിയിൽ ദോഷം ചെയ്യുന്നതാണ്. പിന്നെ അടുത്തൊരു ദോഷം എന്ന് പറഞ്ഞാൽ നമുക്കാട്ടോ, മനുഷ്യന്മാർക്കാണ്. കാരണം നമ്മളെ മണ്ണിൽ നൈട്രജൻ കണ്ടന്റ് കൂടുതലായിട്ട് നൈട്രേറ്റ് കൂടുതലായിട്ട് അടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് മഴക്കാലത്തൊക്കെ മണ്ണിലേക്ക് ഇറങ്ങുകയും അതേപോലെ നമ്മളെ കിണർ വെള്ളത്തിലേക്കും തൊട്ടടുത്തുള്ള കുള എന്താ വെച്ചാൽ അതിലേക്കൊക്കെ ഇത് കലരാൻ വേണ്ടി ചാൻസ് കൂടുതലാണ്. അപ്പൊ ആ വെള്ളത്തിലൂടെ നമുക്ക് നൈട്രജൻ കണ്ടന്റ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള രോഗങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ടും ചാൻസ് കൂടുതലാണ് കേട്ടോ. അത് നൈട്രജൻ മാത്രമല്ല കേട്ടോ, മറ്റു ഏത് മൂലകങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാസവളങ്ങളൊക്കെ അമിതമായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തൊട്ടടുത്ത് നമ്മളെ കിണർ വെള്ളത്തിലേക്കൊക്കെ ലയിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ്. അത് നമുക്ക് മനുഷ്യന്മാരിലേക്കും അത് ദോഷം വരും കേട്ടോ. അപ്പൊ നമ്മൾ കൃഷിക്ക് നല്ലത് എന്ന് വിചാരിച്ചിട്ട് അമിതമായിട്ട് നൈട്രജനിൽ നിന്ന് മാത്രമല്ല മറ്റേത് മൂലകങ്ങളാണെന്നുണ്ടെങ്കിലും അമിതമായിട്ട് നമ്മൾ കൃഷിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതെന്തായാലും നമുക്ക് ദോഷം വരുത്തുന്നതാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ചെടികൾക്ക് ഏത് മൂലകമാണോ അത്യാവശ്യമായിട്ട് വേണ്ടി, എന്തിൻ്റെ ആണോ ഡെഫിഷ്യൻസി കാണിക്കുന്നത് ആ മൂലകങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അളവ് ലേശം കുറഞ്ഞു പോയാലും ഒരു കുഴപ്പമില്ല, നമുക്ക് പിന്നീടും കൊടുത്താൽ മതി കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട്. അളവ് ഇപ്പൊ രാസവളം ഉപയോഗിക്കുന്നവരോടാണ് കേട്ടോ ഞാൻ പറയുന്നത്. രാസവളം ഉപയോഗിക്കുമ്പോൾ അളവ് ലേശം കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ അളവ് ഒരു കാരണവശാലും കൂടരുത്. അളവ് കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ പല ദോഷങ്ങളും നമുക്ക് വരുന്നതാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്